എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിലാണ് ED അറസ്റ്റ് ചെയ്യുന്നത്. ബാംഗ്ലൂർ വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. ED ഒരുപാട് തവണ നോട്ടീസ് കൊടുത്തിരുന്നു. അതായത് 4-5 തവണ നോട്ടീസ് കൊടുത്തിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. അതായത് അന്ന് തന്നെ അറിയായിരുന്നു, ഈ ഫൈസിക്ക് അറിയായിരുന്നു ED അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോട്ടീസ് തരുന്നത് എന്ന്. അപ്പോൾ ഇന്നലെ ബാംഗ്ലൂർ വെച്ച് ഒളിവിൽ കഴിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ED പൊക്കിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുന്നേ ഏകദേശം 4 ദിവസം മുന്നേ ഫൈസിയുടെ കോഴിക്കോട് വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സുപ്രധാനപ്പെട്ട ഒരുപാട് രേഖകൾ EDക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED ഈ ഫൈസിയെ തൂക്കിയത്. അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ഒരു വാർത്ത വന്നിരുന്നു. കേന്ദ്രം SDPയെ നിരോധിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്ത. അതായത് അമിത്ഷാ അതിൻ്റെ പണിപ്പുരയിലാണ്, അതിൻ്റെ ഘട്ടത്തിലാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നോണമാണ് ഈ ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. വരും ദിവസങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ കേരളത്തിന് വെളിയിൽ നിന്നും ഒരുപാട് SDP പ്രവർത്തകരെ പൊക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. അതായത് ഇവന്മാരെ നിരോധിക്കുന്നതിന് മുന്നേ തന്നെ സുപ്രധാനപ്പെട്ട നേതാക്കന്മാരെ അകത്താക്കുള്ള ഒരു സ്ട്രാറ്റജി. അതായത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൽ എന്താണോ കേന്ദ്രം സ്വീകരിച്ചത്, അതായത് നിരോധിച്ചതിന് ശേഷമാണ് എല്ലാ നേതാക്കന്മാരെയും പൊക്കിയത്. അതിനവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ SDP നിരോധിക്കുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റും. അതായത് ഈ SDP നിരോധിക്കുന്നതിന് മുന്നേ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഈ നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ ആ നിരോധനത്തിലോട്ട് വരുമ്പോൾ അധികം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്കത് സുഗമമായി അതിനെ നിരോധിക്കാം. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൈസിയെ പിടികൂടാൻ വേണ്ടി സഹായിച്ചത്, എന്നെയും EDയൊക്കെ സഹായിച്ചത് ജയിലിൽ കിടക്കുന്ന CA റൌഫ് ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുന്നേ ED ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് 16,000 അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം സ്വരൂപിച്ചിരുന്നു. അതായത് 16,000 പ്രോക്സി അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം സ്വരൂപിച്ചിരുന്നു. അതിൽ 10,000 അക്കൗണ്ടുകളും മലയാളികളുടേതായിരുന്നു എന്നുള്ള വളരെ ഗൗരവമായ ഒരു വാർത്താക്കുറിപ്പ് ED പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇനി ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ല. അവരെ അടക്കം അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് EDയുടെയും NIAയുടെ ഒക്കെ തീരുമാനം. അപ്പോൾ ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, EDയും NIAയും ഒരുമിച്ചാണ് നടത്തുന്നത്. അതായത് NIAയുടെ പക്കൽ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് ED ഇവന്മാരെ തൂക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ NIA ഇവന്മാരെ കൊണ്ടുപോകും. വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ വേണ്ടി NIA ഇവന്മാരെ കൊണ്ടുപോകും. അപ്പോൾ വളരെ സുപ്രധാനപ്പെട്ട വിവരം NIAയ്ക്കും EDക്കൊക്കെ ലഭിച്ചത്, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ 16,000 അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണം സ്വരൂപിച്ചത് വിദേശത്ത് നിന്ന്. അത് 10,000 പേരും മലയാളികളായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബിഹാറി സുഡാപ്പി ഡൽഹി എയർപോർട്ടിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തിരുന്നു, ഈ സുഡാപ്പിയെ. അപ്പോൾ ഈ സുഡാപ്പി കൂടുതലും ബന്ധപ്പെട്ടത് ഈ 10,000 മലയാളികളുമായിട്ടാണ്. അതായത് ഈ സുഡാപ്പി ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തിരുന്നത് മലയാളി സുഡാപ്പികളായിട്ടായിരുന്നു. അപ്പോൾ മലയാളികളുടെ എല്ലാ ഡീറ്റെയിൽസും, എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും, എല്ലാ വിവരങ്ങളും പിൻകോഡ് സഹിതം ആ സുഡാപ്പി NIA എടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആ മുഹമ്മദ് ആലം എന്ന് പറയുന്ന സുഡാപ്പിയും CA റൌഫിനെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫൈസിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ ശരിക്കും എല്ലാവരും പെടും. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഡൽഹി CA NRC സമരത്തിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഫണ്ട് ഇറക്കിയിരുന്നത്. അതായത് ആ സമയത്ത് 200 കോടി വരെ ഇറക്കിയിരുന്നു എന്ന് പറയുന്നത്. അതായത് ഡൽഹിയിൽ എത്രയോ നാൾ നീണ്ടുന്ന CA സമരത്തിന് വേണ്ടി, ഷഹീൻബാഗിലൊക്കെ നടന്ന സമരത്തിന് വേണ്ടിയിട്ട് ഏകദേശം 200 കോടിയോളം രൂപ അവിടെ ഡൽഹിയിൽ നിന്ന് കലാപം ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് 200 കോടി രൂപ ഇവന്മാർ ഒഴുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു ഡീലിലാണ്, ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ED ഈ ഫൈസിയെ തൂക്കിയിരിക്കുന്നത്. ഫൈസി മാത്രമല്ല, നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദി നേതാക്കന്മാർ, അതായത് ജയിലിലുള്ള അവന്മാരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരുമായി ചേർന്നാണ് ഈ ഫൈസി ഓപ്പറേറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങൾ. അതായത് CA റൌഫ് പോലുള്ള ആൾക്കാരുമായിട്ടാണ് ഫൈസി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഈ SDPയുടെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ് SDP. അപ്പോൾ ഇവർ പരസ്പര പൂരകങ്ങളാണ്. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും ഇവിടുത്തെ ആൾക്കാരെ ചോദിച്ചത്, അതായത് ഒരു സംഘടന നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവരെ ആശയം ഇല്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ നേതാക്കന്മാരും മറ്റു പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ പൂട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും വേരോടെ പിഴുതെറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ശാശ്വതമായ ഒരു ശാന്തി ലഭിക്കൂ, എന്നില്ല ശാശ്വതമായ പരിഹാരം ലഭിക്കൂ എന്ന് ജനങ്ങൾ പലരും അങ്ങനത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ഇവരെ കൂടെ നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതായത് ആദ്യം ഇപ്പോൾ കേന്ദ്രം, അതായത് 2022 സെപ്റ്റംബർ മാസമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. അപ്പോൾ ആ നിരോധനത്തിന് ശേഷം
എന്താ പറയുക, ശരിക്കും മനസ്സിലായി ഇവരുടെ ഫൈനാൻഷ്യൽ ഡീലിങ്സും ഫൈനാൻഷ്യൽ ബാക്കപ്പും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. അതായത് STPI പോലും നന്നായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഇനി STPI നിരോധിക്കുമ്പോൾ അവർ സാമ്പത്തിക അടിത്തറ ഇല്ലാതാക്കുക. അപ്പോൾ സാമ്പത്തിക അടിത്തറ ഒന്നൊന്നായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം കുറച്ച് ദിവസം ഒരു വാർത്ത പുറത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിലുള്ള ഒരുപാട് സ്വത്തുവകകൾ കണ്ടുകെട്ടി ഏകദേശം 300 കോടിയോളം വരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തുവകകൾ ഇന്ത്യയിൽ അംഗങ്ങളായി കേരളത്തിനടക്കം കണ്ടുകെട്ടിയിരുന്നു. അതിൻ്റെ വിശദമായ വിവരങ്ങൾ, ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് അറ്റാച്ച് ചെയ്ത് ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് സർക്കാർ കൊണ്ടുപോയതെന്നുള്ള കാര്യങ്ങളുടെ വിവരമൊന്നും പുറത്തു വന്നില്ല. അതിന് ചിലപ്പം സുരക്ഷാപരമായ കാരണങ്ങളുണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തീവ്രവാദ സംഘടനയാണല്ലോ, അത് നിരോധിച്ചൊരു തീവ്രവാദ സംഘടനയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളത് കൊണ്ടാവാം ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വിടാതെ. അപ്പോൾ എന്തിനാലും 300 കോടിയോടെ വരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്ത് എന്താ പറയുക കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ STPI നിരോധിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ, അതായത് ഫിനാൻഷ്യൽ ഇത് ഡീൽ ചെയ്യുന്നവന്മാരൊക്കെ ആദ്യം തൂക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് ഈ MK ഫൈസി എന്ന് പറയുന്ന നാഷണൽ പ്രസിഡന്റ്. അവരെ ഇനിയും കുറേ അറസ്റ്റുകൾ ഉണ്ടാവും വരും ദിവസങ്ങളിൽ. ഇപ്പം ED പല സ്ഥലത്തും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 25ഓളം ഈ STPIയുടെ നേതാക്കന്മാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ED ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഹാജരാവോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ നോട്ടീസ് സെൻഡ് ചെയ്യും ED. അപ്പോൾ ഇൻ കേസ് അത് കഴിഞ്ഞിട്ടും അവന്മാർ ഹാജരാകുന്നില്ലെങ്കിൽ ഇതുമാതിരി MK ഫൈസി അറസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ED എന്നെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ STPIയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക. അവരെന്താ വെച്ചാൽ പലതരത്തിലും കള്ളപ്പണം ഉപയോഗിച്ചാണ്, ഇത്തരത്തിലുള്ള കള്ളപ്പണം ഈ സോഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നത്. അപ്പോൾ അത് തകർക്കുക എന്ന ലക്ഷ്യമാണിത്. അപ്പോൾ ഏകദേശം എങ്ങനെ നോക്കുകയാണെങ്കിൽ മുമ്പ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ശരിയാവാനാണ് സാധ്യത. അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അധികം വൈകിക്കില്ല. ഈ വർഷം തന്നെ ചിലപ്പോൾ എന്താ പറയുക STPI നിരോധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേന്ദ്രം, ഇവരെ സാമ്പത്തികമായി തകർക്കുക എന്ന രീതിയിൽ. അപ്പോൾ ഈ ഫൈസിയുടെ പക്കൽ നിന്ന് ഒരുപാട് വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വേണ്ടി ഡൽഹിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഡൽഹി എയർപോർട്ടിൽ വെച്ച് പൊക്കിയില്ല. വിദേശത്ത് നിന്ന് ഇവിടെ ഇന്ത്യയിലോട്ട് കടക്കുമ്പോൾ, അതായത് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി വിദേശത്ത് നിന്ന് ഒരുപാട് ഫണ്ട് സ്വരൂപിച്ചിട്ട് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ അറസ്റ്റിലായ ബിഹാറി സുഡാപ്പി മുഹമ്മദ് ആലത്തിനെയും ഈ MK ഫൈസിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം പറഞ്ഞ മാതിരി ഈ സുഡാപ്പി ഡീൽ ചെയ്തത് കൂടുതലും കേരളത്തിലെ, അതായത് ബിഹാറി സുഡാപ്പി കൂടുതലും ഡീൽ ചെയ്തത് കേരളത്തിലെ സുഡാപ്പികളായിട്ടായിരുന്നു. ഈ MK ഫൈസിയൊക്കെയായിട്ട് ഡീൽ ചെയ്തിരുന്നു. അതായത് ഒരുപാട് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അതായത് ഈ ഇന്ത്യയിൽ തീവ്രവാദം വളർത്താൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യലൂടെ EDയും ഇതൊക്കെ ഇവന്മാർ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടായിരിക്കും ചോദിക്കുക. ഫുൾ തെളിവ് സഹിതം ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ CA റൌഫിനെ പോലത്തെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വലിയ 2047 ഇന്ത്യ ഭരിക്കും, 2031 നമ്മൾ കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളൊക്കെ നടന്ന CA റൌഫൊക്കെ ഉണ്ടല്ലോ. അത് NIAയുടെ പിള്ളേർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇവനൊക്കെ മൂത്രം ഒഴിച്ചെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പറയുന്ന മാതിരി പറഞ്ഞു, പിൻകോഡ് സഹിതം. അപ്പോൾ ഈ വിഷയത്തിലും അതായത് MK ഫൈസിയുടെ സുപ്രധാനപ്പെട്ട പല കാര്യങ്ങളും എന്താണ് CA റൌഫ് ED എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് ഈ മുഹമ്മദ് ആലത്തിനും CA റൌഫിനും ഒരുമിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ അവർക്ക് ഒരുപാട് തെളിവുകൾ മുന്നിൽ നിരത്തിയാണ് ED ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, ആൻസർ പറയാതിരിക്കാൻ പറ്റില്ല. ഈ റൌഫ് എല്ലാം പറയുന്ന മാതിരി പറഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫൈസിയെ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. ഈ തീവ്രവാദ സംഘടന നിരോധിക്കുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെയെങ്കിലും നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.